തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ ഓരോ വീടുകളിലും കയറി ചെന്ന് പി കെ ജയലക്ഷ്മിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആളുകളടക്കമുണ്ട്. നമ്മുടെ ഉള്ളിൽ ചതിയൊരുക്കിയത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഇത് നമ്മുടെ അവസാനത്തെ വണ്ടിയാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം 2 ടേമിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ മാനന്തവാടി. നമ്മുടെ ഉള്ളിൽ ചതിയൊരുക്കിയത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇവിടുത്തെ UDF പ്രവർത്തകർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ വെയിലും മഴയും കൊണ്ട് എങ്ങനെയെങ്കിലും മാനന്തവാടി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ചില ശക്തികൾ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചതിയൊരുക്കുമെന്ന് നമ്മൾക്കാർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കെട്ടുകണക്കിന് എന്റെ പോസ്റ്ററുകൾ മാനന്തവാടി നിയോജക മണ്ഡലത്തിന്റെ വിവിധ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ, അത് ഒഴുകി നടന്നപ്പോൾ നമ്മൾ ആരും ആ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടില്ല. അനൗൺസ്മെന്റിന്റെ വണ്ടി മരത്തണലിൽ നിർത്തിയിട്ട് അനൗൺസ് ചെയ്യുന്ന ആളുകൾ കിടന്നുറങ്ങി നമ്മൾ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് ചതികൾ ഒരുക്കി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ ഓരോ വീടുകളിലും കയറി ചെന്ന് പി കെ ജയലക്ഷ്മിക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആളുകളടക്കമുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത്, ഇനി അത്തരത്തിലുള്ള ചതി ഒരു പാവപ്പെട്ട സഹോദരിയെ എനിക്കുണ്ടായ ഒരു അനുഭവം അന്ന് പി കെ ജയലക്ഷ്മി മാത്രമല്ല UDFന്റെ സ്ഥാനാർത്ഥിയാണ്. പി കെ ജയലക്ഷ്മി അല്ല ഇവിടെ തോറ്റത്.